വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവൻ പറയുന്നുണ്ട് അതിൽ പിന്നിൽ ആരും അറിയാത്ത രഹസ്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശിവൻ പറയുകയാണ്, ഇന്നലെ എനിക്ക് സുഖമില്ലാതായി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ ഞാൻ വിളിച്ചിട്ടല്ല ശാലിനി അങ്ങോട്ടത്തേക്ക് വന്നത് എന്ന് പറയുകയാണ്. അന്നേരം ഭാമ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ശാലിനി അറിഞ്ഞത്? രോഗമാണെന്ന് അസുഖമാണെന്ന് ആരെങ്കിലും പറഞ്ഞല്ലേ അവിടെ എത്താൻ കഴിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് ശാലിനിയോട് തന്നെ ചോദിക്കണം. എനിക്ക് എന്നെ അറിയാം, വേറൊരു ഉദ്ദേശവും എനിക്കില്ല എന്ന് പറയുകയാണ്. ഞാൻ എന്നെ ഒരു മകനെ പോലെ കാണുന്നില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തമായ ഉറപ്പോടുകൂടി പറയുന്നത്. ഞാൻ പറയുന്നത് കള്ളമല്ല, കാരണം ഞാൻ എൻ്റെ അമ്മയോട് കള്ളം പറയാറില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഫാമിക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് രാഘവൻ നേരെ അങ്ങോട്ടത്തേക്ക് പോകുമ്പോൾ ശിവനെ കാണുന്നുണ്ട്. അന്നേരം എടാ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കാണാതെ എങ്ങോട്ട് പോവുക, എൻ്റെ അമ്മയെ കാണാൻ നീ വന്നല്ലോ, അപ്പോൾ അമ്മ തരുന്ന പോക്കറ്റ് മണി കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പരാതി പോലെ പറയുകയാണ്. അന്നേരം അങ്ങനെ സ്നേഹത്തിന് വിലയിടാനൊന്നും പറ്റില്ല, എൻ്റെ അച്ഛൻ കഴിഞ്ഞ് എനിക്ക് എന്തോ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കളങ്കം പണമാണെങ്കിൽ വരുമ്പോൾ ഇന്ന് ഒരാളടുത്ത് പൈസ മറ്റൊരാളടുത്തും ഒക്കെ ആയിരിക്കും, പക്ഷേ സ്നേഹം അങ്ങനെയല്ല, അത് കൊടുത്താൽ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ശിവനങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാഘവനാര് പിടിച്ചു നിർത്തുകയാണ്. നീ എങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നേ, നമുക്ക് മുറിയിൽ പോയിരുന്ന് അല്പനേരം സംസാരിച്ചിരിക്കാമെന്ന് പറയുമ്പോൾ അത് ചാന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വന്നേ, നിന്നെ വല്ലപ്പോഴല്ലേ കിട്ടുന്നത്, ഇങ്ങോട്ട് വാടാ മക്കളെ എന്നും പറഞ്ഞ് ശിവനെ പിടിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. തുടർന്ന് ഭാമയും പൊന്നിയൊക്കെ അത് നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതേസമയം അവിടെ രോഹിത്താണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ശമന്യ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതേ ചോറെടുത്തു പാത്രത്തിലേക്ക് വെച്ചാൽ മതി, ഇതേ വരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഉച്ചയാകുമ്പോൾ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതിന് വേണ്ടി ഇങ്ങോട്ടത്തേക്ക് വരണ്ടല്ലോ, ഇതങ്ങ് കൊണ്ടുപോയാൽ ആ പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ശ്യാമ കൊണ്ടു കൊടുക്കുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ സാധാരണ മാക്സിമം ഭർത്താവ് വീട്ടിലേക്ക് വരാനാണ് ഭാര്യമാർ പറയുന്നത്, പക്ഷേ ഇത് ഇങ്ങോട്ടത്തേക്ക് വരണ്ട എന്ന് പറയുന്ന ഒരു ഭാര്യ ആദ്യമായിട്ട് കാണുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വെയിൽ കൊണ്ട് വാടണ്ടെന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുകയാണ്. ശ്യാമയുടെ ഉദ്ദേശം രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്. അകത്ത് നിന്ന് ശാരിക കുഞ്ഞിനെ തോളിലിട്ട് ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ചോറിങ്ങി തന്നേരെന്ന് പറഞ്ഞ് ശ്യാമ പിടിച്ച് വാങ്ങുന്നുണ്ട്. അന്നേരം പിന്നീടല്ലേ നിനക്ക് വേറെയൊക്കെ പറഞ്ഞുണ്ടാക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ രോഹിത്തിന് മനസ്സിലായില്ലേ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെയായിരുന്നു. അന്നേരം പിന്നെ നീ ഇങ്ങനെയൊന്നും വിചാരിക്കരുതെന്നൊക്കെ ഇങ്ങനെയൊന്നും പറയില്ലെന്നൊക്കെ രോഹിത് ആദ്യം പറയുന്നുണ്ട്. അന്നേരം ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ ഞാൻ കണ്ടതല്ലേ, ഉറച്ചു പൊളിച്ചു കൊടുക്കുന്നത് എന്തൊക്കെയായിരുന്നു, എനിക്കിങ്ങനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് പോലെ ഒരിക്കലെങ്കിലും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ശാരിക ഇത് കേട്ട് ആകെ പിന്നെ ക്ഷമിച്ചിങ്ങനെ അല്ല വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അകത്ത്. അന്നേരം ചേച്ചിയെ കൂട്ടിയാണ് പറയുന്നതെന്ന് ഓർമ്മ വേണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ആരായാലും എനിക്കെന്താ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ കൂടെ ഞാൻ എങ്ങനെ മനസ്സമ്മാനത്തോടെ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നിന്നെപ്പോലുള്ളൊരു വിഷം മനസ്സിൽ ആർക്കും കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് രോഹിത് അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് പിന്നെ ശാരികയെ കാണുന്നുണ്ട് അകത്തേക്ക് ശ്യാമ ചെല്ലുമ്പോഴും. എന്നിട്ട് ശാരികയുടെ മുറിയിലിരിക്കുന്ന ഒരു കവർ, ഫ്രൂട്ട്സിൻ്റെ ഒരു കവറാണ് എടുത്തുകൊണ്ട് വന്നിട്ട് ദേ എന്ന് പറഞ്ഞിട്ട് ദേ ഇങ്ങോട്ട് നോക്കിക്കേന്നും പറഞ്ഞിട്ട് അത് രോഹിത്തിൻ്റെ മുതുകത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കൂടി അവിടെ ചിതറി വീഴുന്നുണ്ട്. അന്നേരം നീ കാണിക്കുന്ന പിന്നെ നല്ലതിനല്ല, നീ ഒരിക്കലും നന്നല്ല, അത്രയ്ക്ക് വിഷമാണ് നിൻ്റെ മനസ്സിൽ, നീ ഓർത്തോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. രോഹിത്ത് വഴക്കൂടാന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ എന്താ ബഹളമെന്നും പറഞ്ഞ് വെളിയിൽ നിന്ന് കയറി വരുന്നുണ്ട്. അന്നേരം ദേ അച്ഛാ ഇത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതൊക്കെ അവിടെ ചിതറിക്കിടക്കുന്ന ഗോപാലകൃഷ്ണൻ നോക്കുന്നുണ്ട്. അന്നേരം ശാരികയുടെയും കുഞ്ഞിൻ്റെയും നീ കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്കൂടാനായിട്ട് നോക്കണ്ട, അതിനെന്തെങ്കിലും വഴി കാണാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്ത് വഴി, ആ കുഞ്ഞ് ജനിച്ചേക്കുന്ന ആസുര വിത്ത് തന്നെയാണ്, അങ്ങോട്ട് ജനിച്ച് വീണപ്പോഴേ ഗൃഹനാഥ അങ്ങോട്ട് ഇറങ്ങിപ്പോയി, ഇനി എന്താണ് കരുതി വെച്ചേക്കുന്നതെന്നറിയാം, വിഷവിത്താണ്, ഇരിക്കുന്നിടം മുടിയോ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിനെ കുറിച്ച് അങ്ങ് പറയുകയാണ്. അന്നേരം ഇടിയെന്നും പറഞ്ഞ് രോഹിത്ത് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയില്ലെന്നെ കുറിച്ച്. പക്ഷേ ശ്യാമ ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് അകത്തേക്ക് കയറിപ്പോവുകയാണ്. രോഹിത് ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ശാരിക ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ശാലിനിയാണെങ്കിൽ അവിടെ ആ ദീപുവിനെയും കുടുംബത്തെയും കൊണ്ട് ആ ഒരു ആശ്രമത്തിലേക്ക് വരുന്നുണ്ട്. അന്നേരം സുസ്മിതയാണ് അവിടെ ഭജന ഹാളിൽ ഭജനയൊക്കെ പാടിക്കൊണ്ട് എല്ലാവരുടെയും കൂടെ കൂട്ടത്തിലാണ്. അതേസമയം അനുപല്ലവി പറഞ്ഞ അനുപല്ലവിയുടെ ഒരു ഫ്രണ്ട് അവിടുത്തെ ഒരു അന്തേവാസിയാണ്, അവരെ കാണുമ്പോഴേ കത്തിരിക്കായെന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. തുടർന്ന് സ്വാമി പൂർണ്ണസ്വരൂപാനന്ദല്ലേയും ചോദിക്കുമ്പോൾ സ്വാമി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഇവരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഈ കാലത്ത് മനുഷ്യൻ അവനവൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ, നന്മ ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ അതിലൊരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും, ആരും ആരെയും സഹായിക്കത്തില്ല, അതിന് നല്ല രീതിയിൽ പിന്നെ കളക്ടർ ശാലിനി അതിനൊരു മാർഗമായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടപ്പോൾ ഇവരുടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സുഹാസിനി ദേവിയാണ്, നമുക്ക് ഭജന ഹാളിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് ഭജന ഹാളിലേക്ക് പോവുകയാണ്. അന്നേരം ഈ ഭജന പാടുന്ന എല്ലാവരെയൊക്കെ ശാലിനി ഇങ്ങനെ ആദ്യം ശ്രദ്ധിച്ചിട്ട് ഇട്ടാണ് സുസ്മിതയെ കാണുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ ആദ്യം ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സുഹാസിനി ദേവി സുസ്മിതയുടെ
പുനർജന്മമാണോ? അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ കാര്യത്തിലും സ്വാമിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയെ കാണുന്നുണ്ട്. സുസ്മിത അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഇത് കളക്ടർ ശാലിനി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അറിയാം, പിന്നെ രാജാവിന് പ്രജകളെ എല്ലാം അറിയില്ലെങ്കിലും പ്രജകൾക്ക് രാജാവിനെ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവരുടെ അക്കോമഡേഷൻ്റെ കാര്യമാണ്, ഇവർക്കെല്ലാം ചെയ്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് സുസ്മിത. തുടർന്ന് സുസ്മിതയെ കണ്ടിട്ട് ശാലിനി പറയുന്നുണ്ട്, നമ്മുടെ നാടിൻ്റെ ശാപം എന്താണെന്നറിയാമോ? നുഴഞ്ഞു കയറ്റക്കാരാണ്. അവർ ഏത് വിധേനയും നുഴഞ്ഞു കയറ്റും. അങ്ങനെയുള്ളവരെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ട. എന്നിട്ട് ആ ബ്രെയിൻ എടുത്ത് കത്തിച്ച് കളയണം. അല്ലെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണതിനേക്കാൾ കൊടിയ വിഷമായിരിക്കും നമ്മുടെ രാജ്യത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. പക്ഷേ സ്വാമിക്ക് മനസ്സിലാവുന്നില്ല. സ്വാമി പറയുന്നുണ്ട്, ഈശ്വരൻ അതിന് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ലല്ലോ. പാപവും അങ്ങനെയുള്ള കർമ്മ ഒക്കെ ചെയ്യുന്നവരെന്തായാലും ഭൂമിയിൽ അധികകാലം നിലനിൽക്കില്ല. അങ്ങനെയാണ് സംഭവിക്കാറുള്ളതെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്നൊക്കെ സ്വാമി വീണ്ടും പറയുമ്പോൾ ചെയ്തു കൊടുക്കാമെന്ന് സുസ്മിത പറയുന്നുണ്ട്. ഇതേസമയം സെക്യൂരിറ്റി വന്നിട്ട് മിനിസ്റ്ററുടെ കോളുണ്ട് എന്ന് പറഞ്ഞ് സ്വാമിയെ കൂട്ടിക്കൊണ്ട്, അപ്പോൾ സ്വാമി എല്ലാം സുസ്മിതയെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവിടുത്തെ വേറൊരു സ്ത്രീയോട് സുസ്മിത 16 ബ്ലോക്കിൽ 16 നമ്പർ മുറി ഇവർക്ക് തുറന്നു കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ആ ദീപവും കുടുംബമൊക്കെ അവരുടെ കൂടെ ആ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അനുപല്ലവി സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശാലിനിയെ ആദ്യം കാണുമ്പോൾ സുസ്മിത വിചാരിക്കുന്നുണ്ട്, ആരെയെ കാണരുത് എന്ന് ആഗ്രഹിച്ചു അവൾ തന്നെയാണല്ലോ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ശാലിനിയെ മനസ്സിൽ കരുതുന്നുണ്ട്, സ്വാമി കാളകൂട വിഷയമാണല്ലോ എടുത്ത് വച്ചിരിക്കുന്നത്, ഒന്നുകിൽ സ്വാമിയുടെ കാര്യം അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ കാര്യം എല്ലാം പോക്കാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയ ശേഷമാണെങ്കിൽ ശാലിനിയാണെങ്കിൽ സുസ്മിത ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, വേഷം കൊള്ളാം, എന്തായാലും നല്ലതായിട്ടുണ്ട്, വേഷപ്പകർച്ച നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കോംപ്ലിമെൻറ്റിന് നന്ദി എന്നൊക്കെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ എൻ്റെ പേര് തേടി ഇറങ്ങിയതാണോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ ആവശ്യം എന്തോന്ന്, നീ ആരാണ്, എന്താണ്, നീ എന്തൊക്കെയാണെന്നൊക്കെ നീ അല്ലേ വിചാരിച്ച് വെച്ചേക്കുന്നത്, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്ക് തന്നെ സ്വാമി തന്നെ പറഞ്ഞത് കേട്ടില്ലേ, ചതിയും വഞ്ചനയായിട്ട് നടക്കുന്ന ഒരു ഭൂമിയിൽ അധികകാലം ഉണ്ടാകില്ല എന്നുള്ളത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം നിന്നെ നശിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ശത്രുരാജ്യത്തെ നശിപ്പിക്കാനായിട്ട് എൻ്റെ വായ്ഭാഗത്ത് ചെന്ന് കയറേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായിട്ട് അമ്പുകൾ പടയൊരുക്കി അമ്പുകൾ എയ്ത് കാത്തിരിക്കുക, കൃത്യമായി കൊള്ളേണ്ട സ്ഥാനത്ത് കൊള്ളിക്കുക, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നിൻ്റെ കളക്ടർ കസേര ഞാൻ തെറിപ്പിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് സർക്കാർ മുദ്രയുള്ള കസേരയാണ്, ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അങ്ങോട്ട് തുടങ്ങി വെക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് നിൻ്റെ അവസാനത്തെ കളിയായിരിക്കും, ഒടുക്കം ഇതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ ഒടുക്കം തീരുമാനിക്കുന്നതിന് മുമ്പ് നിൻ്റെ അടക്കം ഞാൻ നടത്തും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വായി തലയ്ക്കാനായിട്ട് നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്ത് കാണിക്കുക, തുടങ്ങി വെക്ക്, പക്ഷേ അവസാനം എന്തായിരിക്കുമെന്ന് ഞാനായിരിക്കും തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തിരിയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്തായാലും നിൻ്റെ ഈ വേഷവിധാനവും ഭജനയും ഒക്കെ കൊള്ളാം, അതിന് അഭിനയിക്കാൻ വേണ്ടിയാണെങ്കിലും നീയാണെങ്കിൽ ഈശ്വരനെ വിളിക്കുന്നുണ്ടല്ലോ, അത് തന്നെ നല്ലത്. പിന്നെ അവസാനം ചെന്ന് കയറുമ്പോൾ അത്രയ്ക്ക് കുറച്ച് അനുഭവിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ട് ശാലിനി അങ്ങ് പോകുന്നുണ്ട്. സുസ്മിത ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അനുപല്ലവിയും കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ശാലിനി കാറിൽ കയറി പോകുന്നതൊക്കെ സുസ്മിത ഇങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് ഒരു മാർക്കറ്റാണ് കാണിക്കുന്നത്. അവിടെ കുട്ടികൃഷ്ണൻ എന്നൊരാൾ, അയാളാണെങ്കിൽ എന്തോ ഹോസ്പിറ്റൽ കേസുമൊക്കെ ആയിരുന്നു, ഒരു ചെറിയൊരു കച്ചവടം കടയൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 പേര് വന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് സാധനങ്ങളൂടി വാങ്ങി വെക്കണം, ബീഡി മുറുക്കാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചാലേ ആളുകൾ വരത്തുള്ളൂ, അല്ലാതെ നീ ഇതിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും, നിനക്ക് ജീവിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വാങ്ങണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള പൈസ വേണ്ടേ, ആശുപത്രിയിലൊക്കെ ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശിവനാണെങ്കിൽ വിഷ്ണുവിൻ്റെ ജീപ്പിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ഈ കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിനോട് തന്നെയാണ് സംസാരിക്കുന്നത്, ഞാൻ ശിവൻ, സത്യാമ്മയുടെ പണമിടപാടുകളൊക്കെ പലിശയൊക്കെ വാങ്ങിച്ച് ഏൽപ്പിക്കുന്ന ആൾ ഞാനാണ്, അപ്പോൾ പൈസ കൊടുത്തത് കറക്റ്റായിട്ട് വാങ്ങിക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഒന്ന് കാണാനായിട്ട് വരാനിരിക്കുകയായിരുന്നു പറയുമ്പോൾ ആരെന്നെയും ചോദിക്കുകയാണ്. അന്നേരം അല്ല, സത്യാമ്മയാണ് കാണാനായിട്ട്, പിന്നെ പൈസ ചോദിക്കുന്നുണ്ട്. അപ്പം അന്നേരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, കുറച്ച് സാവകാശം കൂടി വേണമെന്ന് പറയുകയാണ്, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് തരാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അവധി പറയുന്നത്, എങ്കിലൊരു ഡേറ്റ് പറയാൻ പറയുന്നുണ്ട്. അന്നേരം അതിപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് പറയുക, ഞാൻ ഉടനെ തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അടുത്ത് തന്നെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനെല്ലാം നേരിട്ട് സത്യാമ്മ വരും, പിന്നെ തൻ്റെ കടയെല്ലാം കൂടി നിന്ന് കത്തും എന്നൊക്കെ ഇങ്ങനെ ഭീഷണി എന്ന പോലെ പറഞ്ഞിട്ട് ശിവൻ അങ്ങ് വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അന്നേരം കൂടെ നിന്നവർ കുട്ടികൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെയാണ് കുട്ടികൃഷ്ണൻ ചോദിക്കും, എന്തെങ്കിലും ഒരു വഴി കാണുമെന്നും പറഞ്ഞ് ഇയാൾ വിഷമിച്ച് നിൽക്കുകയാണ്.
ഇതേ സമയം കളക്ട്രേറ്റിൽ പുറത്താണെങ്കിൽ അവിടെ എഡിഎം ജോൺ എബ്രഹാനെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. എന്നിട്ട് സാറിനെ തിരക്കി ഞാൻ എവിടെയെല്ലാം പോയി ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ച് ഇങ്ങോട്ട് വന്നു, ഞാൻ എവിടെയെല്ലാം തിരക്കിയും ചോദിക്കുക. അന്നേരം താൻ എന്തിനാ എന്നെ തേടി നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ആ സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് എത്ര നാളെ അവിടെ പണിയൊന്നും നടക്കുന്നില്ലല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമോ ചോദിക്കുകയാണ്. അന്നേരം സർക്കാരിൻ്റെ പണം വരണം, എന്നിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം പണം എപ്പോൾ വരും എന്നിങ്ങനെ ഇയാൾ ചോദിക്കുകയാണ്. അന്നേരം എന്തോ ഒരു ഉടായ്പ് പരിപാടിയാണ്. അന്നേരം അത് കളക്ടർ മാഡം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവിടെ ഈ ജോൺ ആണെങ്കിൽ ശാലിനിയുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശാലിനി അവിടെ എന്തോ ഫോണിൽ ആരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുചിത്വ മിഷൻ്റെ പേരിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പറഞ്ഞിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോൺ ചെല്ലുന്നത്. ജോണിനോട് ഇങ്ങനെ കയറി വരാൻ പറയുന്നുണ്ട്. അനുപല്ലവി തൊട്ടപ്പുറത്ത് ആ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. ഇനി ശാലിനിക്ക് വേണ്ടി പുതിയ പണി എന്താണ് അവിടെ ജോൺ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം.